ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മേരി ക്രിസ്മസ്. ആൻഡ് യെസ്, വാട്ട് ഇഫിൻ്റെ എപ്പിസോഡ് 3 ഇറങ്ങിയൊക്കെയാണ്. നമ്മൾ ഇന്നും അതിൻ്റെ ബ്രേക്ക് ഡൗൺ അല്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ റിവ്യൂ അറിയാലോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം പറയാൻ പോവാണ്. ഈ കഴിഞ്ഞ 2 എപ്പിസോഡിനേക്കാൾ ഈ എപ്പിസോഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരുതരം എനിക്ക് തോന്നുന്നു കുറേ പേര് അഗ്രി ചെയ്യുന്നു, കുറേ പേര് അഗ്രി ചെയ്യില്ല. ബട്ട് കുറേ പേർക്ക് ഒരുതരം മീഡിയോക്കർ ആയിട്ട് തോന്നിട്ടു. എനിക്ക് അതുപോലെ തന്നെയാണ്. ബട്ട് ഒരു കംപ്ലീറ്റ് എപ്പിസോഡാണോ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് വേണ്ടായിരുന്നു എന്ന് വരെ തോന്നുന്നു എനിക്ക്. ഇത് കഥ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അവെഞ്ചേഴ്സ് ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും പാർട്ടി ആയിട്ട് ബിസി ആയിട്ട് പോകും തോറും ആ ക്രിസ്മസ് പാർട്ടിനെ ഇൻ്റർഫിയർ ചെയ്യാൻ ഒരു ത്രെട്ട് വരികയും ആ ത്രെട്ട് തടയാൻ വേണ്ടി നമ്മുടെ സ്വന്തം ഹാപ്പി ഹോഗൻ മുന്നിട്ടിറങ്ങി അതിൽ വിജയിക്കുന്നതാണ് കഥ. അപ്പോൾ ഒരുതരം ചെറിയൊരു പാർട്ട് ഓഫ് ക്രിസ്മസ് അല്ലെങ്കിൽ തലേ ദിവസം ക്രിസ്മസിൻ്റെ പാർട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അവെഞ്ചേഴ്സിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരു തരം പ്രശ്നം. അപ്പോൾ ഇതിലും നമ്മുടെ നെബ്യൂളയുടെ എപ്പിസോഡ് കണ്ട പോലെ തന്നെ ഇതിലും സ്റ്റാറായി നിൽക്കുന്നത് ഹാപ്പി ഹോഗനാണ്. ഹാപ്പി ഹോഗൻ ആരാന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ്. അപ്പോൾ ഹാപ്പി ഹോഗൻ ഇതിൽ നമ്മുടെ ചെറുതായിട്ടൊരു വില്ലൻ രൂപത്തിലാണ് വരുന്നത്. നമ്മളങ്ങനെയാണ് പ്രസ്യൂം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. ബട്ട് നമുക്ക് മനസ്സിലാവും, കഥ കാണുന്നവർക്ക് മനസ്സിലാവും അതങ്ങനെയല്ല. തുടക്കം തൊട്ട് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് വാച്ചറിനെയാണ്. വാച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. 2 മണിക്കൂർ ഫോർവേഡ് ടൈമാണ് ഇതിൽ പറയുന്നത്. കാരണം അതിൽ നമ്മൾ കാണുന്നത് അവെഞ്ചേഴ്സ് ഒരു പർപ്പിൾ ഏലിയൻ അല്ലെങ്കിൽ ഒരു പർപ്പിൾ താനോസിനെ പോലത്തെ കാണാൻ ഒരു തരം ക്രീച്ചറിനെ ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ആരാണെന്ന്. ബട്ട് വാച്ചർ 2 മണിക്കൂർ മുമ്പത്തെ കഥ പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഹാപ്പി ഹോഗനും നമ്മുടെ ഡാർസി ആരെന്ന് അറിയാലോ, നമ്മുടെ തോറിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, ജീനിൻ്റെ അനീത്തിയോ അങ്ങനെയാണ്. അപ്പോൾ അനീത്തിയാണോ ആരാണ്ടാണ്. ഇപ്പോൾ ഡാർസിയുടെ അവരും എല്ലാവരും കൂടി നമ്മുടെ അവെഞ്ചേഴ്സ് ടവർ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാപ്പി ഭയങ്കര ബിസിയാണ്. എല്ലാവരും റോബോട്ട്സ് ഉണ്ട്, നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിൽ കണ്ട നമ്മുടെ സെൻറ്റീൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവരുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ ഈ സഹായിക്കാൻ വേണ്ടി വന്ന റോബോട്ട്സിനെയും ഇവരും എല്ലാവരും കൂടി ഹാപ്പി ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഡാർസിനെ ഇവർ ഇൻറ്റേൺഷിപ്പായിട്ടാണ് കൊണ്ടുവരുന്നത് ഡാർസിനെ. അപ്പോൾ ഡാർസി ഇത് ഹെൽപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, അതിനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഹാപ്പി അറിയാമല്ലോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഹാപ്പിയുടെ. അപ്പോൾ അതുപോലെ തന്നെ ഹാപ്പിയുടെ ഓരോ വർത്താനം അങ്ങനെ പരമാവധി നമ്മൾ ഡാർസിനെ ഒറ്റപ്പെടുത്താൻ നോക്കും. അപ്പോൾ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് ഡാർസിയോട് പറയും, പോയി നീ ചെറി മേടിച്ചിട്ട് പോകാം, കുറേ ചെറി തീർന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയുടെ പറ്റേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. അവസാനം ഒരു വലിയൊരു ചെറിയുടെ കുപ്പി കൊണ്ട് ഡാർസി പുറത്തിറങ്ങുമെന്ന് പറയുമ്പോൾ കോഡ് റെഡ് എന്ന് പറയുന്നുണ്ട് ഹാപ്പി ഹോഗൻ. ആ കോഡ് റെഡാണ് ഈ ഒരു ത്രെട്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് മറ്റാരല്ല, ജസ്റ്റിൻ ഹാമറാണ്. ജസ്റ്റിൻ ഹാമർ ആരാന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവെഞ്ചേഴ്സ് രൂപപ്പെടുന്നേക്കാൾ മുന്നേ അവെഞ്ചേഴ്സ് ആ രീതിയിൽ എത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ജസ്റ്റിൻ ഹാമർ ആയിരുന്നു അയൺമാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എതിരാളി ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസ് പവർ. ജസ്റ്റിൻ ഹാമറിൻ്റെ ഒരു സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, ഒരു ബില്യനെയറാണ്, ഒരു തരം ജീനിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വെപ്പൺസ് മാനുഫാക്ചറാണ്. അപ്പോൾ ഇങ്ങേര് ഇടയിൽ കയറി വന്നു. അപ്പോൾ നമ്മുടെ അയൺമാൻ 2 കഥയുണ്ട്. ആ അയൺമാൻ 2 കണ്ടാലും നമുക്ക് ജസ്റ്റിൻ ഹാമർ ആരാണ്, അയാൾക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു സിനിമയിൽ. അപ്പോൾ ജസ്റ്റിൻ ഹാമർ ജയിലിലായിരുന്നു. അത് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, കാരണം അത് പറഞ്ഞാൽ നമ്മുടെ വല്ലാണ്ട് ലെങ്ത്ത് കൂടും. ജസ്റ്റിൻ ഹാമർ നമ്മുടെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ത്രോൺ, അതായത് ത്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു നഷ്ടപ്പെട്ടു പോയ പവർ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ അവെഞ്ചേഴ്സ് ടവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഹൾക്കിൻ്റെ ഒരു തരം ബ്ലഡ് ഉണ്ട്. ഹൾക്കിൻ്റെ ബ്ലഡ് എന്ന് അറിയാലോ. ഹൾക്കിൻ്റെ ബ്ലഡിൽ നിന്നാണ് വേറെ ആൾക്ക് ഹൾക്കാവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാറാൻ പറ്റുക. നമ്മുടെ ഈ ഷീ ഹൾക്കിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഗ്യാമ റേഡിയേഷനൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് ഹൾക്കിന്ന് വെച്ചാൽ ഹൾക്കിൻ്റെ ആ ഒരു റേജ് ഉണ്ട്, ചൂടാണ് സ്വഭാവമുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള പവേഴ്സ് മാത്രം കൊടുക്കുന്ന ഒരു തരം സിറം. അപ്പോൾ ആ സിറം കൈക്കലാക്കാനാണ് നമ്മൾ ജസ്റ്റിൻ ഹാമറും 2 ഗുണ്ടകളും കൂടി അവെഞ്ചേഴ്സ് ടവറിൽ പോകുന്നത്. എന്നിട്ട് അവിടെ പോകുമ്പോൾ അൾട്രോൺ സെൻറ്റിയൻസ് എല്ലാം അലേർട്ടായിട്ട് ഇവരെ കൊല്ലാൻ വരും. അപ്പോൾ എവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഒരു വൈറസ് എന്തോ കയറ്റിയിട്ട് ഫുൾ ഇൻഫിൽട്രേറ്റ് ചെയ്യും. സോ അവിടെയാണ് ക്രൂഷ്യൽ പോയിന്റ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ജസ്റ്റിൻ ഹാമർ സത്യം പറഞ്ഞാൽ അത്ര വലിയ ജീനിയസ് ഒന്നുമല്ല. ജീനിയസ് ആണെങ്കിൽ ഞാൻ വെറുതെ പറയുന്നുള്ളൂ. ബട്ട് അത്ര ജീനിയസ് അല്ലാത്ത ആള് അവെഞ്ചേഴ്സിൻ്റെ ഒരു തരം മെയിൻ ഫ്രെയിമിൽ ക്രാക്ക് ചെയ്തിട്ട് കയറുകയെന്ന് വെച്ചാൽ അതൊരു സിമ്പിൾ കാര്യമല്ല. നിങ്ങൾക്ക് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ പവർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു സീനുണ്ട്. ഡാർസി ആ സമയത്ത് ജാർവിസ് ഇല്ല കേട്ടോ, ജാർവിസ് ഇല്ല. മെയിൻ പോയിന്റാണ് ജാർവിസ് ആ സമയത്ത് എന്തോ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്.
അപ്പോൾ ജാർവിസ് ഇല്ലാത്തതുകൊണ്ട് ജാർവിസ് ഷട്ട് ഡൗൺ ആയിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ റീബൂട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാർസി കയറ്റുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു സാധനം കാണും, ചെറിയൊരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു കമ്പ്യൂട്ടർ പോലെ. അപ്പോൾ അവൾ പറയും ഇതിലാണോ ഇവരെല്ലാം ഈ ഫുള്ള് ടവറിൽ മാനേജ് ചെയ്യണേ. ബട്ട് തുറക്കുന്ന സമയത്ത് ഒരു ഫുള്ളി ഇത്ര കണ്ട് വലിയൊരു സ്ഥലത്ത് ഫുള്ള് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. അത്രയധികം പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും കൂടി നമ്മുടെ ജസ്റ്റിൻ ഹാമർ ആ ഒരു സെക്യൂരിറ്റി ക്രാക്ക് ചെയ്ത് അകത്ത് കയറി. സോ അതൊരു വലിയൊരു പോയിൻ്റാണ്. അതൊരു വല്ലാണ്ട് ഞാൻ ശരിക്കും ഇമ്പ്രസ് ആയിപ്പോയി ആ ഒരു പർട്ടിക്കുലർ സീനിൽ. അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഹാപ്പിക്ക് മനസ്സിലാവും ഈ ജസ്റ്റിൻ ഹാമർ വന്നിട്ടുള്ളത് ഹൾക്ക് ബ്ലഡിന് വേണ്ടിയാണ്, അങ്ങനെയാണ്. അപ്പോൾ അതേ സമയത്ത് ഉണ്ടാകുന്നതാണ് മരിയ ഹിൽ നമ്മുടെ ജസ്റ്റിൻ ഹാമർ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാപ്പി ഹോഗൻ ഓരോ കുറുക്ക് വഴി കൂടെ ഒക്കെ പോയിട്ട് ഈ ഹൾക്ക് ബ്ലഡ് തപ്പി പോയിട്ട് ഇത് എടുക്കുന്ന സമയത്ത് അറിയാണ്ട് ഈ ഹൾക്ക് ബ്ലഡ് പുള്ളിക്കാരനെ തുടയിൽ കയറി ഇഞ്ചെക്റ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറം അല്ലെങ്കിൽ ആ ബ്ലഡ് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഹാപ്പി ഹോഗൻ്റെ അകത്ത് കയറിയിട്ട് ഹാപ്പി ഹോഗൻ ഹൾക്കായിട്ട് മാറും. അങ്ങനെ ഹൾക്കായിട്ട് മാറിയിട്ട് ഭയങ്കര രസമാണ് ബാക്കിയുള്ള അതൊക്കെ ഒരു മിഡ് പാർട്ടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം തല്ലുകൂടി ഏകദേശം മനസ്സിലാവും എന്താ സംഭവിക്കണമെന്ന് നമ്മുടെ ജസ്റ്റിൻ ഹാമറിന്. അപ്പോൾ നിൻ്റെ ബ്ലഡ് ഞാൻ ഊറ്റിയിട്ട് അതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തോളാം, എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഹാപ്പി ഹോഗണും ഹൾട്രോൺ സെൻറ്റിയൻസും കൂടി ഒരു തല്ലുണ്ടാവും. കാരണം ത്രെട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. പിന്നെ ജസ്റ്റിൻ ഹാമർ കൺട്രോളാണല്ലോ, ഒബ്വിയസ്ലി അങ്ങനെ ആവും. അപ്പോൾ അങ്ങനത്തെ വേറൊരു കാര്യം. അതിൻ്റെ ഇടയിൽ നല്ലൊരു ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ജസ്റ്റിൻ ഹാമർ ഈ ഹൾക്കിനെ തടുക്കാൻ വേണ്ടി ടോണി ഉണ്ടാക്കിയൊരു സാധനമാണ് ഹൾക്ക് ബസ്റ്റർ ആർമർ. സോ നിങ്ങൾ ആലോചിക്കുക, ഹൾക്ക് ബസ്റ്റർ ആർമർ വരെ പുള്ളിക്കാരൻ ക്രാക്ക് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിൻ കാര്യം ജാർവിസ് ഇല്ലാത്തതുകൊണ്ടാണ്. ബട്ട് എന്നാലും ഇൻഫിൽട്രേറ്റ് ചെയ്തു ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹൾക്ക് ബസ്റ്റർ ആർമറുടെ ആ സീൻ വന്നിട്ട് ജസ്റ്റിൻ ഹാമർ ഫുള്ളി സൂട്ടപ്പം ഹൾക്ക് ബസ്റ്റർ ആർമറിൽ. അതൊക്കെ നല്ല ഫൈറ്റ് സീനാണ് അതിൽ. പിന്നെ ഇവർ രണ്ടും ഫൈറ്റ് ചെയ്തിട്ട് ഭയങ്കര ചെയ്യാൻ നോക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹാപ്പി നമ്മുടെ അവെഞ്ചേഴ്സിൻ്റെ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ തോറില്ല കേട്ടോ, തോർ ഫസ്റ്റ് തൊട്ടില്ല. വാച്ചർ നരേഷനിൽ പറയുമ്പോൾ തോർ ഉണ്ടാവില്ല സമയത്തൊന്നും. അപ്പോൾ തോറില്ല. നമ്മുടെ ബ്രൂസ് ബാനർ, ക്ലിൻ ബാർട്ടൺ, നട്ടാഷ റോമനോഫ്, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക, ടോണി സ്റ്റാർക്ക്. അപ്പോൾ ഇവരെല്ലാവരും ബിസിയാണ് ക്രിസ്മസിൻ്റെ ആയിട്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ ലാസ്റ്റ് ഫോം പൊട്ടി പോകും, അങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളാവും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ടവർ റീബൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കയറ്റിയിട്ട് അതാണെങ്കിൽ ഒരു യൂസ്ലെസ് ആയി. അപ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവെഞ്ചേഴ്സിന്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് പ്രശ്നമായിട്ട് ലാസ്റ്റ് നമ്മുടെ അവെഞ്ചേഴ്സ് തക്കതായ സമയത്ത് വന്നിട്ട് ഈ ഒരു ജസ്റ്റിൻ ഹാമറുടെ സൂട്ടിൽ കണ്ടപ്പോൾ ടോണി പ്രസ് ചെയ്തിട്ട് ഡോസ് ഡിസാർം ചെയ്തിട്ട് നമ്മുടെ ഹാപ്പി ഹോഗനെ നോക്കുമ്പോൾ ഇതാരാണ് എൻ്റെ ഈ ഒരു വില്ലൻ എന്ന ആ രൂപത്തിൽ കണ്ടിട്ട് എല്ലാവരും ഇവൻ അറ്റാക്ക് ചെയ്യാൻ പോകും പറയും ഞാൻ ഹാപ്പിയാണ്. അപ്പം അവർക്ക് മനസ്സിലാവും ഹാപ്പിയാണ്. എന്നിട്ട് ലാസ്റ്റ് അങ്ങനെ രക്ഷിക്കുന്നത്. ടുവേർഡ്സ് ദ എൻഡ് ടവർ കുറേ എന്നിട്ട് പറയുക പൊട്ടിപ്പൊളിയൊക്കെ ചെയ്യും, വന്നാലും വലിയ കുഴപ്പമില്ല. ബട്ട് ഹാപ്പി ഹോഗൻ സേവ്ഡ് ക്രിസ്മസ്. ഈ ഒരു വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി ഫോളോ ചെയ്യുക. ബൈ.